ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടൊന്നല്ല. അപ്പം നമ്മൾ തന്നെ അടുത്തായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് ഉണക്കിയെടുക്കാൻ, അലക്കിയെടുക്കാനും ഉണക്കിയെടുക്കാനും മാത്രമല്ല വാഷിംഗ് മെഷീൻ നമുക്ക് ഉപയോഗിക്കാവുന്നത്, മുളകൊക്കെ ഉണക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കാമെന്നുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുമല്ലോ എന്നുള്ളത് വീഡിയോ കണ്ടിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുളക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക കേട്ടോ. അതെന്താണ് ചെയ്യുന്നത്, അപ്പോൾ നന്നായിട്ട് തന്നെ മുളക് കഴുകിയെടുക്കുക. 2 പ്രാവശ്യമെങ്കിലും മുളക് നന്നായിട്ട് തന്നെ കഴുകുക കേട്ടോ. നന്നായിട്ട് തന്നെ ചളി ഉണ്ടാവും മുളകിലൊക്കെ. അപ്പോൾ എവിടുന്നെങ്കിലൊക്കെ വാരി വരുന്ന മുളകായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ നന്നായി കഴുകിയപ്പോൾ, ഒരു പ്രാവശ്യം കഴുകിയപ്പോൾ തന്നെ നന്നായിട്ട് ചളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഒന്നും കൂടെ കഴുകി, എന്നിട്ട് നന്നാക്കി വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന മുളക് പൊടിയാണ് ഫ്രഷായിട്ട് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കണ്ടോ, മുളക് ഒരു പ്രാവശ്യം കഴുകിയപ്പം അതിൻ്റെ അടിയിൽ നന്നാക്കി തന്നെ ചളി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ വെള്ളം ഒഴിവാക്കുന്ന സമയത്ത് നന്നാക്കി തന്നെ ചളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടി എന്നെ നന്നാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് 2 പ്രാവശ്യം കഴുകി വെള്ളം ഒന്ന് വാർത്തതിന് ശേഷമായിട്ട് ഇത് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യം ആക്കിയിട്ടാണ് ഇത് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം കഴുകിയ മുളകിൻ്റെ വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അതിൽ നന്നായിട്ട് തന്നെ ചളി ഉണ്ട് എന്നുള്ളത്. എൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് തന്നെ ചളി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം നന്നാക്കി തന്നെ കഴുകിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നന്നാക്കി കഴുകിയെടുത്ത് വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നല്ല കോട്ടൺ തുണി വിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കോട്ടൻ്റെ തുണി തന്നെ എടുക്കുക. എന്നിട്ട് തോന മുളകുണ്ടെങ്കിൽ അത് 2 പ്രാവശ്യം ആക്കി ചെയ്യുക കേട്ടോ. നിങ്ങളെ വാഷിംഗ് മെഷീനിൽ എത്രത്തോളം കൊള്ളുന്ന അറിയില്ല, അതിനനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ തുണിയിലേക്ക് ഇനി കുറച്ച് മുളകിട്ട് കൊടുക്കുക. കോട്ടൻ്റെ തുണി തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക്, നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുളകിട്ട് കൊടുക്കുക. എന്നിട്ട് അത് 4 ഭാഗം ഒന്ന് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കവർ ചെയ്തുകൊണ്ട് ആ തുണി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ തന്നെ വാഷിംഗ് മെഷീനിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടത് ഉണക്കാനായിട്ട് ഞാനിതിൽ 5 മിനിറ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയെടുത്തതാണെന്ന്. നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് ഒരു 2 ദിവസമൊക്കെ വെയിലത്തിട്ടാൽ നമുക്ക് നന്നായിട്ട് തന്നെ മുളക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് മുളകിലൊന്നും ഒരു തുള്ളി വെള്ളം ഇല്ലാതെ തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നമുക്ക് ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ട ഉടനെ തന്നെ പൊടിച്ചെടുക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി 2 ദിവസമൊക്കെ നമുക്കിത് വെയിലത്തിട്ട് ഉണക്കിയാൽ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. കാരണം ആ മഴ പെയ്യുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുത്താലും മുളക് കിട്ടുന്ന വെയിലൊക്കെ വെച്ച് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അതൊരു ടിപ്പാട്ടോ, മഴക്കാലത്തൊക്കെ ചെയ്തെടുക്കാനായിട്ട്. കാരണം പൂത്ത് പോകുന്നില്ല. ഇനിയിപ്പോൾ ഒരു ദിവസം വെയിൽ കിട്ടില്ല വെച്ച് പൂത്ത് പോകുന്ന അവസ്ഥയൊന്നും വരില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിതുപോലെ ഉപയോഗിച്ചാൽ നല്ലൊരു ഉപകാരമായിരിക്കും എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡ്രയറിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. നമുക്ക് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഞാനതുപോലെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഉപകാരമായിരിക്കും തോന്നി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡ്രയറിലിട്ടിട്ട് തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിന് കൂടെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടിടുന്ന വീഡിയോ ഒക്കെ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.